ഏറ്റെടുക്കാൻ പോയോന് ഇരട്ട വെറ്റൂന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ഫൈസൽ മൗലവിയുടെ അവസ്ഥ. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാല് ജുമാ നിർബന്ധമില്ലാന്ന് പറഞ്ഞും പോയി, അത് തിരിച്ചെടുക്കാനും വയ്യ. KNM-കാരും മർക്കസ് ദഅവക്കാരും ഫൈസൽ മൗലവിയെ തേച്ചൊട്ടിക്കുകയും ചെയ്യുന്നു. ആകെ വഷളായി നിൽക്കുന്ന സമയത്ത് സ്വന്തം അനുയായി തന്നെ വിവരക്കേട് കൊണ്ട് ഫൈസൽ മൗലവിയെ നാണം കെടുത്തി. എന്തൊക്കെയായിരുന്നു ഇത്രയും ദിവസം പുകില്? മുജാഹിദികൾ നന്മ മുടക്കികളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, മുടക്കി 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 ലാസ്റ്റ് ജുമയും മുടക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. മുജാഹിദുകളല്ല ജുമാ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, ഫൈസൽ മൗലവിയാണ് ജുമാ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫൈസൽ മൗലവി മുജാഹിദുകാരനല്ല, അവൻ നന്മ മുടക്കിയാണ്, ഖുർആൻ ദുർവ്യാഖ്യാനിച്ചവനാണ്. ഇപ്പൊ എന്തിനായി അത് ക്ലിപ്പിട്ട് മറ്റുള്ളവർ പറയാണ്, കണ്ടില്ലേ പെരുന്നാൾ സ്കാരത്തിന് പങ്കെടുത്താൽ പിന്നെ അവന് വെള്ളിയാഴ്ച ജുമാക്ക് വരണ്ടെന്നാണ് മുജാഹിദികൾ പറയുന്നത്. മുജാഹിദികൾ അങ്ങനെ പറയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള കള്ളനാണയങ്ങൾ പറയും. ഓർക്ക് അള്ളാനെ ഖുർആൻ വരെ ദുർവ്യാഖ്യാനം ചെയ്യാൻ മടിയില്ലാത്തവർ എന്നാണ് ഭൂരിപക്ഷം മുജാഹിദുകളും പറയുന്നത്. നീയും പറയുന്നത് അങ്ങനെ തന്നെ. ഇവിടെ ജുമാ നടക്കണം എന്നാ പറഞ്ഞത്. ജുമാ നടക്കണം, ഇമാമിന് നിർബന്ധമാണ്. ഫൈസൽ മൗലവി നിങ്ങൾ അങ്ങനെയാണോ പറഞ്ഞത്? അല്ലല്ലോ, നിർബന്ധമില്ല എന്നല്ല പറഞ്ഞ്. ചങ്ങായി നിങ്ങളെ പേരിൽ കള്ളത്തരം പറയാ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ എനിക്ക്. ഫൈസലെ ഇന്നെപ്പറ്റി ആ ചെക്കൻ കള്ളത്തരം പറഞ്ഞ് ഇഞ്ഞു പറയുന്നെന്താ ഖത്തീബ് നിർബന്ധില്ല. ചെക്കൻ പറയാ ഖത്തീബ് നിർബന്ധാണെന്നാ ഇഞ്ഞു പറഞ്ഞു. എന്താ പറയാ, ഇന്നാകെ നാണം കെടുത്താനായിട്ട് ഓനും വന്ന്. നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഫൈസലെ? ചെറിയില്ല. ആരുടെ അഭിപ്രായം എന്നാ പറഞ്ഞത്? ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണോ? മുജാഹിദുകളുടെ അഭിപ്രായമാണോ? വഹാബികളുടെ അഭിപ്രായമാണോ? അല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ത്? ഈ പറഞ്ഞ പെരുന്നാളും ജുമയും ഒന്നിച്ചു വന്നാൽ ജുമ നിർബന്ധമില്ല എന്നുള്ളത്. അല്ല ചക്ക, എനിക്ക് മുജാഹിദിന്റെ ആശയം പോലും അറിഞ്ഞൂടെങ്കിൽ മിണ്ടാതൊരു മൂലക്കിരുന്നാ പോരായിരുന്നോ? നീ മുജാഹിദുകളെ മൊത്തത്തിൽ നാണം കെടുത്താനായിട്ട് ഇറങ്ങിയ സാധന. വെറുതെ അല്ല KNM-കാരും മർക്കസ് ദഅവക്കാരും പറഞ്ഞത് വിഷ്ടംകാര് മുജാഹിദുകളല്ല. മുജാഹിദുകൾ പറയുന്നത് എന്താണെന്നറിയോ? 4 മദ്ഹബായി ഭിന്നിച്ചു പോയത് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്ന പ്രമാണം ഈ മദ്ഹബിന്റെ ഇമാമിങ്ങള് അംഗീകരിച്ചില്ല. അവർ ഖുർആന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്, അതുകൊണ്ടാണ് അവർ ഭിന്നിച്ചു പോയതെന്നാണ് ഇപ്പൊ നീ പറയുന്നത്. ഫൈസൽ മൗലവി ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്തിട്ടാണ് വിധി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മുജാഹിദുകൾക്ക് ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാൻ പാടുണ്ടോ? ഇത് മുജാഹിദ് ആശയമാണോ? മുജാഹിദ് ആശയത്തിന് വിരുദ്ധമല്ലേ ഇത്? ഫൈസൽ മൗലവിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ പരിപാടി ചെയ്തത്? ഫൈസൽ മൗലവിയെ KNM-കാരും മർക്കസ് ദഅവക്കാരും ഇങ്ങനെ പഞ്ഞിക്കിടുമ്പോ താങ്ങി നിർത്തേണ്ട നിങ്ങൾ തന്നെ അദ്ദേഹത്തെ കൂടുതൽ നാണം കെടുത്തിയല്ലോ എന്നോർത്തായിരിക്കാം ഫൈസൽ മൗലവിക്ക് സങ്കടം. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഇത്തരം 4-5 ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും, വ്യത്യസ്തമായ സഹാബാക്കളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന. എന്നാൽ വളരെ ആഴത്തിൽ ഇതുമായി നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഈ ഹദീസുകളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ദുർബലതകളുണ്ട്. വലിയ ദുർബലതകളൊന്നുമല്ല, ചെറിയ ചെറിയ ദുർബലതകൾ ഈ ഹദീസുകളിലൊക്കെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ പെരുന്നാളും ജുമയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാറ്റിലും ഇത്തരം ദുർബലതകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വെള്ളിയാഴ്ച ജുമ നടക്കണം, പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമ നടത്തണം. ഖത്തീബ് ആർക്കും വരാം, ഖത്തീബ് നിർബന്ധമില്ല, ഖത്തീബിടെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല. പങ്കെടുക്കുന്ന നിർബന്ധമില്ല. 2 ഈദ് ഒന്നിച്ചു വന്നാൽ വെള്ളിയാഴ്ച പള്ളി കമ്മിറ്റി മാത്രം മതി, മൈക്ക് സെറ്റ് ഓണാക്കാൻ ഒരാൾ മതി, അത്രേ. ഇമാമും വേണ്ട, ഒന്നും വേണ്ട. നൂറുസ്കരിക്കാൻ പറ്റുന്ന ആൾക്കാർ നൂറുസ്കരിച്ച് പോയിക്കോട്ടെ. എവിടുന്നാണ് നിനക്ക് ദീൻ പഠിച്ച്? ഫഖീഹായ കർമ്മശാസ്ത്ര മസലകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ അതെന്തിനാ വീഡിയോ എടുക്കേണ്ട ആവശ്യം? പള്ളിനുള്ളിൽ നിന്ന് വയസ്സേറ്റിനെ പറഞ്ഞു കൊടുത്താൽ പോലെ. ഇപ്പൊ എന്തിനായി അത് ക്ലിപ്പിട്ട് മറ്റുള്ളവർ പറയാണ്, കണ്ടില്ലേ പെരുന്നാൾ സ്കാരത്തിന് പങ്കെടുത്താൽ പിന്നെ അവന് വെള്ളിയാഴ്ച ജുമാക്ക് വരണ്ടെന്നാണ് മുജാഹിദികൾ പറയുന്നത്. മുജാഹിദികൾ അങ്ങനെ പറയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള കള്ളനാണയങ്ങൾ പറയും. ഓർക്ക് അള്ളാനെ ഖുർആൻ വരെ ദുർവ്യാഖ്യാനം ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അവർ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമാ നിർബന്ധമില്ല, എങ്ങനെ സഹോദരങ്ങൾ നിർബന്ധമാണ് ജുമാ? ഒരു നിർബന്ധം ഒരു കേവലം രാവിലത്തെ സുന്നത്തസ്കാരം കൊണ്ട് വീടുവോ? നിങ്ങൾ പറഞ്ഞേരി, എങ്ങനെ മറികടക്കല്? എന്ത് മസലാണ് അയാൾ പറയണത്? അവർ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ
ജുമാ നിസ്കാരം നിർബന്ധമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി. ഹദീസിന്റെ റിപ്പോർട്ട് പദങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹദീസ് മറ്റ് ഹദീസുകൾ വായിക്കുകയും ഇതിന്റെ തന്നെ ശറഹ് വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അന്ന് മദീനയിൽ ഒറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന് വാദികളിൽ നിന്നൊക്കെ സ്വഹാബികൾ കഷ്ടപ്പെട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലെത്തുമായിരുന്നു. അവർ ഇനി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ആ പൊരി വെയിലത്തൂടെ ആ മരുഭൂമി ഇങ്ങോട്ട് തന്നെ താണ്ടേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ കോട്ടപ്പടി പള്ളിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ശ്രീധരവിക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അവർ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമാ നിസ്കാരം നിർബന്ധമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി. പാവം അനുയായികള് അവരുടെ കാര്യമാണ് വളരെ കഷ്ടം. ആരെ കൊള്ളണം ആരെ തള്ളണമെന്നറിയാതെ പാവങ്ങൾ നട്ടം തിരിയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചങ്ങായിമാരോട് പറ, ഖുർആനും സുന്നത്തും മുറുക്കെ പിടിക്കാതെ അതൊന്ന് തുറന്നു നോക്കാൻ, അതിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ അറിയട്ടെ അവർ, പഠിക്കട്ടെ അവർ, ശേഷം ജനങ്ങളോട് പറയട്ടെ. യാതൊരു സംശയത്തിനും അവകാശമില്ല, നാളെ പെരുന്നാളാവുകയാണെങ്കിൽ ജുമാ നിസ്കാരം നമുക്ക് സാധാരണ പോലെ നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്തുമാണ്. സുന്നത്തായ പെരുന്നാൾ നിസ്കരിച്ചതുകൊണ്ട് നിർബന്ധമായ ജുമാ വേണ്ട എന്ന് അറിവില്ലാത്ത ചിലർ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ ആരും പെട്ടുപോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെരുന്നാൾ ജുമഅ ദിവസത്തിൽ ഉണ്ടായിരുന്നു. ഫസല്ല ഖബല അൽ ഖുതുബത്തി സുമ്മ ഖതബ. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമഅ നിസ്കാരം കഴിഞ്ഞ് പെരുന്നാളിന്റെ ഖുതുബ നിർവഹിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ലക്കും ഫീഹി ഈദാനി, ഇന്ന് രണ്ട് പെരുന്നാൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഫമൻ അഹബ്ബ അൻ യന്തളിറൽ ജുമുഅത മിൻ അഹ്ലിൽ അവാലി ഫൽയന്തളിർ. അപ്പൊ ജുമുഅക്ക് വന്ന പെരുന്നാളിന് നിസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകളിൽ വളരെ ദൂരങ്ങളിൽ നിന്ന് വന്നവർ ഉണ്ട്. അതാണ് അഹ്ലുൽ അവാലി. അതായത് അവരുടെ വീടുകളിൽ നിന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ അവർ വന്നത് 5-6 കിലോമീറ്റർ താണ്ടിയാണ്. അങ്ങനെ വന്ന വളരെ ദൂരങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അവരിൽ പലരും ജുമഅ നിർബന്ധമില്ലാത്തവരോ അല്ലെങ്കിൽ ജുമഅക്ക് വരാൻ വളരെ പ്രയാസമുള്ളവരോ ആണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമൻ അഹബ്ബ അൻ യന്തളിറൽ ജുമുഅത മിൻ അഹ്ലിൽ അവാലി ഫൽയന്തളിർ. ഞങ്ങളിവിടെ ജുമഅ നിസ്കാരം നിർവഹിക്കും, ഇവിടെ നാട്ടുകാരെല്ലാവരും ജുമയിൽ പങ്കെടുക്കും. അങ്ങനെ ജുമഅ നിസ്കരിക്കുമ്പോൾ വളരെ ദൂരെ നിന്ന് 6-7 കിലോമീറ്റർ അകലെ നിന്ന് ഇവിടെ പെരുന്നാൾ നിസ്കരിക്കാൻ വന്നവർ ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചുപോയി തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണെങ്കിൽ അവരെ പെരുന്നാൾ തീർത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നത്തതുപോലെ കാറിലും സൈക്കിളിലും പോകുന്ന കാലമല്ല, നടന്നിട്ടും കഴുതപ്പുറത്തും പോകുന്ന കാലാണ്. അങ്ങനെയാകുമ്പോ അവര് വല്ലാതെ ബുദ്ധിമുട്ടിപ്പോകും, ഓരോ പെരുന്നാൾ തന്നെ കല്ലത്തായി പോകും. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ജുമഅക്ക് കാത്തിയിരിക്കുന്നവർ, അത്രയും ദൂരങ്ങളിൽ നിന്ന് വന്നവർ, അവർക്ക് കാത്തിരിക്കാം. വമൻ അഹബ്ബ അൻ യർജിഅ ഫഖദ് അദിൻതു ലഹു. ഇനി ആരെങ്കിലും ഇപ്പോൾ ഈ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ അവർക്ക് സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹദീസ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചില ആളുകൾ. അതിനർത്ഥം പെരുന്നാൾ നിസ്കരിച്ചവർക്ക് പിന്നെ ജുമഅ വേണ്ടെന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അള്ളാഹു അവരുടെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലൈസ ഫീഹി തസ്രീഹുൻ ബിഅദമിൽ ഔദ്.
ഞാൻ തിരിച്ചു പോകാൻ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ജുമയ്ക്ക് തിരിച്ചു വരണ്ട എന്ന് ആ വാക്കിൽ ഇല്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വഅയ്ളൻ ഫളാഹിറുൽ ഹദീസ് ഫീ കൗനിഹിം മിൻ അഹ്ലിൽ അവാലി, അഹ്ലുൽ അവാലി എന്ന് പറഞ്ഞാൽ വളരെ അകലെയുള്ള മലകളിലൊക്കെയുള്ള ആളുകളാണ്. അന്നഹും ലം യകൂനൂ മിമ്മൻ തജിബു അലൈഹിമുൽ ജുമുഅതു, അവർ ജുമുഅ നിർബന്ധമുള്ള ആളുകളായിരുന്നില്ല. ലിബഅദി മനാസിലിഹിം അനിൽ മസ്ജിദി, അവരുടെ വീടുകൾ പള്ളിയിൽ നിന്ന് അത്രയും അകലെയായതുകൊണ്ട് അവരെ സംബന്ധിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നാട്ടിലുള്ള ആളുകൾ പെരുന്നാൾ നിസ്കരിച്ചാൽ പിന്നെ ജുമുഅ നിസ്കരിക്കണ്ട എന്നല്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചതായി കാണാം. ഇത് ധാരാളം കിതാബുകളിൽ ഇമാമിങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ശാഫിഈ മദ്ഹബുകാരായ മുസ്ലിമീങ്ങളാണ്. ആ ശാഫിഈ മദ്ഹബുകാരായ മുസ്ലിമീങ്ങൾക്ക് ഹദീസും ഖുർആനും പഠിപ്പിക്കുന്ന ആശയമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഖുർആനിൽ വ്യക്തമായി അല്ലാഹു പഠിപ്പിച്ചതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഹു ഇലാ ദിക്രില്ലാഹ്, വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, ഖുതുബയിലേക്കും ജുമുഅ നിസ്കാരത്തിലേക്കും അടക്കത്തോടെ ഒതുക്കത്തോടെ വരണം എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അവിടെ ഖുർആനിൽ പെരുന്നാൾ ദിവസം വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ ഖുർആനിൽ പെരുന്നാൾ ഒഴിച്ചുള്ള വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ചകളും ജുമുഅ നിർബന്ധമുള്ളവർ ജുമുഅക്ക് പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ജുമുഅക്ക് വരുന്നതിന് മുടക്കമുള്ള ചില ആളുകളെ പണ്ഡിതന്മാര് എണ്ണിയിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് സ്ത്രീകൾ ജുമുഅക്ക് വരണ്ട, അതേപോലെ രോഗം കൊണ്ട് വരാൻ പ്രയാസപ്പെട്ടവർ വരണ്ട, യാത്രക്കാർക്ക് ജുമുഅ നിർബന്ധമില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇതേപോലെ ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന, രോഗിയല്ലാത്ത ആൾക്ക് ആ ബാപ്പാനെ ശുശ്രൂഷിക്കുന്ന മോർണിംഗ് പോകുന്ന ആ ബാപ്പ ബുദ്ധിമുട്ടി പോകും. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അങ്ങനെ ചില കാരണങ്ങൾ ജുമുഅ ഒഴിവാക്കുന്നതിന് പറഞ്ഞ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പറഞ്ഞ ഒരു സ്ഥലത്തും വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് പോകണ്ട, അല്ല പെരുന്നാളായാൽ അന്ന് വെള്ളിയാഴ്ച ജുമുഅക്ക് പോകണ്ട എന്ന് പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടും ഇല്ല. അതുകൊണ്ട് ആരും നാളത്തെ വെള്ളിയാഴ്ച അഥവാ പെരുന്നാളാണെങ്കിൽ അതിമഹത്തായ വെള്ളിയാഴ്ചയാണ്. പെരുന്നാളിന്റെ എല്ലാ മഹത്വവും അതിനുണ്ട്, ജുമുഅ ദിവസത്തിന്റെ എല്ലാ മഹത്വവും അതിനുണ്ട്. അത്രയും വലിയ പുണ്യദിവസമായ ഈ ദിവസം ഒരിക്കലും തന്നെ ജുമുഅ നഷ്ടപ്പെടുത്തുന്നവരിൽ ഒരു മുസ്ലിമും പെട്ടുപോകരുത് എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പുത്തൻവാദികളിൽപ്പെട്ട ചില ആളുകളാണ് ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ ജുമുഅ നഷ്ടപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലെങ്കിൽ തന്നെയും ജുമുഅ നഷ്ടപ്പെടുത്തുന്നവരാണ്. കാരണം വെള്ളിയാഴ്ചത്തെ ജുമുഅ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് നബിതങ്ങൾ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമുഅ നിസ്കരിച്ചതിനാൽ അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമുഅ നിസ്കരിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലുള്ള ജുമുഅ ആവുകയുള്ളൂ. അതിനാൽ അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുതുബ നിർവഹിക്കുന്ന സ്ഥലത്ത് ജുമുഅയിൽ പങ്കെടുത്താൽ അത് ജുമുഅയാവുകയില്ല എന്ന് ഇമാമിങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅ നഷ്ടപ്പെടുത്തുന്നവരാണ് ആ പുത്തൻവാദികളായ ആളുകളുടെ നേതാക്കൾ. അവര് തീരെ അങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ജുമുഅ ഉണ്ടല്ലോ, ഒരു പറ്റാത്ത ജുമുഅ, സഹി അല്ലാത്തൊരു ജുമുഅ, അതും കൂടി വേണ്ട എന്ന് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മുസ്ലിമും പെട്ടുപോകാൻ പാടില്ല. ചിലര് ധരിക്കും ഇതൊക്കെ സുന്നികൾ ഇങ്ങനെ പറയാണ്. സലഫി പണ്ഡിതന്മാരിൽപ്പെട്ട ഇബ്നു ബാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അബ്ദുല്ലാഹിബ്നു അബ്ദുറഹ്മാൻ അൽ ജിബ്രൈൽ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം സൗദിയിലെ വലിയ ഒരു സലഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണിത്, അർ-റഈസ് സദീദ് ഫീമാ ഇദാ വാഫഖ യൗമുൽ ജുമുഅത്തിൽ ഈദ്.
പെരുന്നാളും ജുമഅയും ഒരേ ദിവസം വന്നാൽ ശരിയായ അഭിപ്രായം എന്താണ്, ശരിയായ ആശയം എന്താണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ചെറിയ റിസാല അദ്ദേഹം രചിച്ചു. ഇതിന്റെ 60 ഇത് കുറെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊക്കെ ഇപ്പോൾ വായിക്കാൻ കഴിയില്ലല്ലോ. ഇതിന്റെ 63-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് പെരുന്നാൾ ദിവസം ജുമഅയാൽ നബി സല്ലല്ലാഹു നിങ്ങൾ ജുമഅ നടത്തിയിരുന്നു എന്നതിന് തെളിവാണ് നേരത്തെ ഞാൻ ഉദ്ധരിച്ച നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. പിന്നെയും അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണ്, നബിതങ്ങൾ ജുമഅ ദിവസം പെരുന്നാളായപ്പോൾ 2 നിസ്കാരത്തിലും സബ്ബിഹിസ്മ സൂറത്തും ഹല്ലതാക സൂറത്തും ഓതി എന്ന ഇമാം മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസ് അദ്ദേഹം തെളിവ് ധരിക്കുകയാണ്. ശേഷം അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവും വിശദീകരിക്കുകയാണ്. والذي يظهر أن النبي صلى الله عليه وسلم رفق بالمصلين الذين يأتون من مكان بعيد كالعوالي വളരെ ദൂരങ്ങളിൽ വരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവനുവദിച്ചു അവർ പോയി തിരിച്ചു വരിക എന്നത് പ്രയാസമായതുകൊണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅ നടത്തുകയും ആ ജുമഅയിൽ പങ്കെടുക്കുന്നതാണ് കൂടുതൽ പുണ്യം എന്ന് അവരെയും പഠിപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം അവിടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅ ഫീഹി ഈദാനി ഫമൻ അഹബ്ബ ഫൽയൻഖലിബ് വമൻ അഹബ്ബ ഫൽയൻതളിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി 2 പെരുന്നാൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചുപോയി അങ്ങനെ ഇപ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പോകാം, അതേസമയത്ത് ഇവിടെ തന്നെ കാത്തിരിക്കുന്നവർക്ക് കാത്തിരിക്കാം എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ ഫൈന ഹാദൽ ഹദീസ, ഈ ഹദീസ് സരീഹുൻ വളരെ വ്യക്തമാണ്. അന്ന റുഖ്സത കാനത്തിൽ അഹ്ലിൽ അവാലി, വളരെ അകലെയുള്ള ആളുകൾക്ക് കൊടുത്ത ഒരു വിട്ടുവീഴ്ചയാണ്. വയദുല്ലു അലൈഹി ഖൗലുഹു ഫൽയൻഖലിബ്, ഫൽയൻഖലിബ് എന്ന വാക്ക് അതിന്റെ മേൽ അറിയിക്കുകയും ചെയ്യുന്നു. അയ്യർജു ഇലാ മൻസിലിൽ ബഈദ്, വളരെ ദൂരം 5-10 കിലോമീറ്റർ, 5-8 കിലോമീറ്റർ, അല്ലെ 5-6 കിലോമീറ്റർ ഒക്കെ ദൂരെയുള്ള ആളുകൾക്കാണ് ഇളവ് കൊടുത്തത്. വയദുല്ലു അലാ ദാലിക കലാമു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കും അത് തന്നെയാണ് അറിയിക്കുന്നത്. അല്ലദീ റവാഹു മാലികുൻ വൽ ബുഖാരി വഗൈറുഹുമാ, ഇമാം മാലിക്കും ബുഖാരി റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആ ഹദീസും അതാണ് അറിയിക്കുന്നത്. ഫൈന ഇദ്നഹു ഇന്നമാ ഹുവ ലിഅഹ്ലിൽ അവാലി, അഹ്ലുൽ അവാലി എന്ന് പറയുന്ന വളരെ ദൂരെയുള്ളവർക്കാണ് അത് കൊടുത്തത്. വഖദ് സബഖ ഖൗൽ ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നല്ലദീന ഖസ്സ ബിഹി മൻ ലം തജിബിൽ ജുമഅത്തു അലൈഹി മിമ്മൻ ശഹീദ ദാലികൽ ഈദ്, ജുമഅ നിർബന്ധമില്ലാത്തവർക്കാണ് ആ സമ്മതം കൊടുത്തത്. വൈദ ഇഹ്തമലത് ഹാദിഹിൽ ആസാറു മാ ദകർന, അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചില റിപ്പോർട്ടുകളോ ചില അഭിപ്രായങ്ങളോ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ ലം യജുസ് ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അനുവദനീയമാവില്ല അൻ യദ്ഹബ ഇലാ സുഖൂതി ഫർളിൽ ജുമുഅത്തി അൻ മൻ വജബത അലൈഹി, ജുമഅ നിർബന്ധമായവർക്ക് ജുമഅ നിർബന്ധമില്ലെന്ന് പറയാൻ ഒരു മുസ്ലിമിനും അനുവദനീയമാവില്ല. لأن الله عز وجل يقول يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ജുമഅ നിർബന്ധമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അതിനപ്പുറം പറയാൻ ഇവിടെ ആർക്കും അധികാരം ഇല്ല. അദ്ദേഹം 4 മദ്ഹബിന്റെയും കിതാബുകളിൽ നിന്ന് ധാരാളം ഉദ്ധരണികളെല്ലാം ഉദ്ധരിച്ചതിന്റെ ശേഷം അവസാനം അദ്ദേഹം പറയാൻ, അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് هذا هو الواقع ممن عرفناه في قديم الزمان في القرى والمدن حيث يأتون إلى صلاة العيد أو صلاة الجمعة من مسيرة 2 أو 3, 2-3 മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് അതിൽ തന്നെ വൽ കഥീറു മിൻഹും, പലരും അന്നത്തെ കാലം സഹാബത്തിന്റെ കാലം യസീറുന അലാ അഖ്ദാമിഹിം നടന്നു വരുന്നവരാണ്.
ഹുഫാത്തൻ, ചിലപ്പോ കാലിന് ചെരുപ്പും കൂടി ഉണ്ടാവില്ല. ഒമുന്തൈരിയും, ചിലർ ചെരുപ്പുള്ളവരായിരിക്കും. വയതഹമ്മലൂന മാ ഫീ ദാലിക മിനൽ മശഖത്തി വസ്സുഅബ, വല്ലാത്ത പ്രയാസത്തോടുകൂടി അവർ ജുമഅക്കും പെരുന്നാളിനൊക്കെ വരുന്നത്. റഗ്ബത്തൻ ഫിൽ ഖൈർ, ആ സഹാബത്തിന് ഇത്തരം ഖൈറിൽ പങ്കെടുക്കാനുള്ളതിലുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം. വകസറത്തിൽ അജ്രിൽ ലദി യതറത്തബു അലാ ശുഹൂദിൽ ജുമഅ, ജുമഅക്ക് പങ്കെടുത്തതിനാൽ ഉണ്ടാകുന്ന വലിയ പ്രതിഫലത്തെ അവർ ആഗ്രഹിക്കുന്നു. മിമ്മാ ഹുവ മദ്കൂറുൻ ഫീ കുതുബിൽ ഫളായിൽ വൽ അഹ്കാം വലാ ശക്ക അന്ന തക്ലീഫഹും ബിർറുജൂഇ ലിസലാത്തിൽ ജുമഅത്തി യശഖു അലൈഹിം. അങ്ങനെ 5-8 കിലോമീറ്റർ അകലെ നിന്ന് നടന്നു വരികയും കഴുതപ്പുറത്ത് വരികയൊക്കെ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ വീണ്ടും തിരിച്ചു വരണം എന്ന് പറയുണ്ടാകുന്ന ഒരു മശക്കത്തുണ്ടല്ലോ, പ്രയാസം. അതുകൊണ്ട് അവർക്ക് മാത്രം നബി സല്ലല്ലാഹു നിങ്ങൾ കൊടുത്ത ഒരു ഇളവാണിത്. വഹൈസുന്ന യൗമൽ ഈദി യൗമു ഫറഹിൻ വസൂറുരിൻ വബ്തിഹാജിൻ. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ അന്നൊരു വയന ദിവസമായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത്തരത്തിൽ ദൂരെയുള്ള ആളുകൾക്ക് അന്നത്തെ കാലത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 8 മണിക്കൂറൊക്കെ നടന്നിട്ടും മറ്റും യാത്ര ചെയ്യുക. അങ്ങനെ വന്ന അന്നൊരു സന്തോഷം പോലും അവർക്ക് ഉണ്ടാവില്ലല്ലോ. അതേ സമയത്ത് ഇന്നങ്ങനെ അല്ലല്ലോ. ഇന്ന് കാറിലും സൈക്കിൾ മേലൊക്കെ പോകുന്ന കാലം, ഇന്ന് ദൂരണ്ടായാൽ തന്നെ വരുന്നതിന് യാതൊരു പ്രയാസവും ഇല്ലാത്ത കാലമല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് പുറമെ മൻ തറക്കൽ ജുമഅത 3 മിറാരിൻ മിൻ ഗൈരി ഉദ്രിൻ തബഅല്ലാഹു അലാ ഖൽബിഹി, 3 ജുമഅ ഒരാൾ കാരണമില്ലാതെ നഷ്ടപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ മനസ്സിന് അല്ലാഹു സീൽ വെച്ച് കളയും. അതേപോലെ തന്നെ ലയൻതഹിന അഖ്വാമൻ അദൈഹിമുൽ ജുമഅത്ത്, ജുമഅ നഷ്ടപ്പെടുത്തുന്നത് അതിൽ എല്ലാവരും മാറി നിൽക്കണം, അല്ലെങ്കിൽ അല്ലാഹു അവരുടെ ഹൃദയത്തിന് സീൽ വെക്കും, അവർ ശ്രദ്ധയില്ലാത്തവർ അശ്രദ്ധരായി മാറിപ്പോകും. ഇങ്ങനെ തുടങ്ങിയുള്ള ഹദീസുകളൊക്കെ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം. ഇത് ഞാൻ പറഞ്ഞത് സലഫി പണ്ഡിതന്മാര് തന്നെ, വിദേശ രാജ്യത്തുള്ള സലഫി പണ്ഡിതന്മാര് തന്നെ, സൗദിയിലുള്ള പണ്ഡിതന്മാര് തന്നെ അവർ വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുകയും ശാഫിഈ മദ്ഹബ് പറഞ്ഞതാണ് ശരി എന്ന് ശേഷം അദ്ദേഹം പറയാണ് ബഅദ ഹാദിഹിൽ ജൗലത്തി വൽ മുറാജഅത്തി ലികുതുബിൽ അയിമ്മത്തി വത്തഅറുഫി അലാ മദാഹിബിൽ ഉലമാഇ വഅഖ്വാലിഹിം, എല്ലാ ഇമാമിങ്ങളുടെയും വാചകങ്ങളും മറ്റൊക്കെ പരിശോധിച്ചതിന് ശേഷം പറയാണ് യതറജ്ജഹു ലീ, ഞാൻ നിങ്ങളോട് പറയുന്നു പ്രബലമായി കാണുന്നത് ഖൗലു ശാഫിഈയത്തി, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. വലഅല്ലഹു റിവായത്തുൻ അനിൽ ഇമാം അഹ്മദ്, അത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞ ഈ റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെയും ഹംബലി മദ്ഹബിൽ, അതുപോലെ ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ജുമഅ നിർബന്ധമാണെന്നതിൽ ഒരു തർക്കവും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാ മദ്ഹബിന്റെയും കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിവരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം വിവരമില്ലാത്ത ചിലർ, ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാല് ഒരു വിവരമില്ലാത്തവന് ഇങ്ങനെ ഒരു സാധനം കീശേമലയുടെ കുത്തി, എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു കിതാബും പിടിച്ച്, എന്നിട്ട് അവന്റെ വകയിൽ വായിച്ച് അവൻ എന്തെല്ലാമോ അർത്ഥം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ജുമയും ജമാഅത്തും നിസ്കാരവും നോമ്പും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ജാഹിലീങ്ങൾ ഇങ്ങനെ വിലസുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ആരും പെട്ടുപോകരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, ചില സ്വീകാര്യോഗ്യമല്ലാത്ത ചില അഭിപ്രായങ്ങൾ, ചില ഉദ്ധരണികൾ ചിലപ്പോൾ ഉദ്ധരിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ടാവും. അതൊന്നും നമുക്ക് പറയാനുള്ളതോ ചെയ്യാനുള്ളതോ അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് കാണാം. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, അല്ലാഹു തആല നിങ്ങൾ ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്നതിനെ അല്ലാഹു ഹറാമാക്കി. ഉമ്മാനെയും ബാപ്പാനെയും ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വഅദൽ ബനാത്ത്, ചെറിയ പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചുകൂടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു നിങ്ങൾ വരുന്നതിന് മുമ്പ്. അത് പാടില്ലാത്ത ഹറാമായ കാര്യമാണ്. ഒമൻ അവഹാത്ത്, ആർക്കും ഒന്നും കൊടുക്കൂല, എല്ലാം കണ്ട് കിട്ടണം. ആ ഒരു ചിന്തായും കടുത്ത തെറ്റാണ്. കരിഹലക്കും ഖീല വഖാൽ, അതെ അവരെങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങൾ എടുത്തിങ്ങനെ ഉദ്ധരിക്കുക. കരിഹലക്കും ഖീല വഖാൽ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നാള് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാം. എന്നിട്ട് ആളുകൾ നേരത്തെ നടന്നു വരുന്നതും വിശ്വസിച്ചു വരുന്നതുമായ ആശയത്തിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും ജനങ്ങളെ തെറ്റിച്ചു കളയുക, അത് അല്ലാഹു തആല വെറുത്ത കാര്യമാണ്. വകസറത്ത സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കുക. വയളാഅത്തൽ മാൽ, അതേപോലെ തന്നെ സ്വത്ത് വെറുതെ ചെലവഴിച്ച് നശിപ്പിച്ചു കളയുക. ഈ ഹദീസിന്റെ സറഹിൽ ഇമാമിങ്ങൾ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞത് കാണാം. ഇറാദത്തു ഹികായത്തി അഖാബീലിൻ നാസി വൽ ബഹ്തു അൻഹാ ലിയുഖ്ബിറ അൻഹാ,
ഏതെങ്കിലും ഒരു അറബിയിലുള്ള ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ അതാവ് പറഞ്ഞു എന്നോ അല്ല ഇബ്നു സുബൈർ പറഞ്ഞു എന്നോ ഇങ്ങനത്തെ വാചകങ്ങൾ കാണുമ്പോഴേക്ക് അത് പറയാൻ പാടില്ല. അത് ഖീല വഖാല പറയലാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഇവിടെ പഠിപ്പിച്ച ആശയത്തിനപ്പുറം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിരോധിച്ച ഒരു രീതിയാണ് എന്നുകൂടി ഞാൻ ഈ സമയത്ത് പറയാണ്. അറിവില്ലാത്തവർ അറിവില്ലായ്മയോടുകൂടെ ഇരിക്കണം. അറിവുള്ള ആളുകൾ, മുൻഗാമികളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നമ്മൾ ആ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലെ വേറെ ഒന്ന് വളരെ അപകടം പിടിച്ചൊരു കാലഘട്ടത്തിലായതുകൊണ്ട് ഞാൻ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഒരു മുശ്രിക്കത്തായ പെണ്ണിനെ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ചങ്ങാതി നിക്കാഹ് ചെയ്തു കൊടുക്കും. നിക്കാഹ് ചെയ്തിട്ടൊരു ദുആയും പടച്ചോനെ സ്വീപ്പാക്കുന്ന ഒരു ദുആ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ മൗലവിമാരാണ്. ഇത്തരത്തിലുള്ള മൗലവിമാരെ സെറിൽ നിന്ന് എല്ലാ 5 വഖത്തിലും കാവൽ ചോദിക്കണം. കാരണം അള്ളാഹുവിന്റെ ദീനിൽ അവർക്ക് വിശ്വാസമില്ല, ഖുർആനിൽ വിശ്വാസമില്ല, ഹദീസിൽ വിശ്വാസമില്ല, അവർക്ക് പാരത്രിക ലോകത്തിലും വിശ്വാസമില്ല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹിന്റെ ദീന് പറയാ. അമുസ്ലിം സഹോദരന്മാരെ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ശല്യമൊന്നുമില്ല. ഇപ്പൊ ക്രിസ്ത്യാനികളെ പാതിരിമാരുണ്ട്, അവരുടെ അച്ഛന്മാർ, അവരെ കൊണ്ട് ഇങ്ങനത്തെ ശല്യമില്ല. അവരാരും ഇത് ഞങ്ങളെ ഖുർആനിൽ ഇങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇസ്ലാമിനെതിരായിട്ട് നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ ഹൈന്ദവ മതത്തിലുള്ള അവരുടെ പണ്ഡിതന്മാരുണ്ടാകാം, അവരുടെ സ്വാമികളൊക്കെ ഉണ്ടാവും. അവരാരും നമ്മുടെ ദീനിനെ എങ്ങനെ നശിപ്പിക്കുന്നില്ല. അതേ സമയത്ത് കുറച്ച് അറബി പഠിച്ച് എന്നിട്ട് ചില ചരിത്രങ്ങളോ കാര്യങ്ങളോ പഠിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ദീന് നശിപ്പിക്കുന്ന ഒരു ടീം പല വിധത്തിലും ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറയാണ്, അള്ളാഹു പറയുന്നവന്റെ ഖുർആനിൽ വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുമിന്ന, ഒരിക്കലും തന്നെ ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ അവർ ഈമാൻ കൊള്ളാത്ത കാലത്തോളം നിങ്ങൾ വിവാഹം കഴിക്കരുത്. വല അമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക, മുശ്രിക്കത്തായ പെണ്ണിനേക്കാൾ എത്രയോ നല്ലത് ഈമാനുള്ള അടിമപ്പെണ്ണാണ്. അന്ന് അടിമപ്പെണ്ണുള്ള കാലമാണല്ലോ. വലൗ അഅജബതകും, നിങ്ങൾക്ക് എത്ര തന്നെ ഭംഗി തോന്നിയാലും നിങ്ങൾ ഈമാനില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കരുത്. വലാ തുൻകിഹുൽ മുശ്രികീൻ, ഇതുപോലെ നിങ്ങളെ പെൺകുട്ടികളെ നിങ്ങൾ മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത്. ഹത്താ യുമിനൂ, അവര് വിശ്വസിക്കാത്ത കാലത്തോളം മുഅ്മിനീങ്ങൾക്കല്ലാതെ മുശ്രിക്കിന് കല്യാണം കഴിച്ചു കൊടുക്കരുത്. വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ, മുശ്രിക്കിനേക്കാൾ എത്രയോ ഖൈർ മുഅ്മിനായ അടിമയാണ്. വലൗ അജബക്കും, അവന് എന്ത് ഗുണം നിങ്ങൾ കണ്ടാലും. ഉലൈക യദ്ഊന ഇലന്നാർ, അവര് നിങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതാ മുസ്ലിമല്ലാത്ത മുഅ്മിനല്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് ഖുർആൻ അനുകൂലമാണെന്നോ ഇസ്ലാം അനുകൂലമാണെന്നോ, അത്തരം ആണിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് ഇസ്ലാം അനുകൂലമാണെന്നോ പറയുന്നവരുണ്ടെങ്കിൽ ഉലൈക യദ്ഊന ഇലന്നാർ, എല്ലാവരും അവര് മുഴുവനും ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. വല്ലാഹു യദ്ഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നി, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, പാപം പൊറുക്കാനാണ്. അവന്റെ ഉദ്ദേശപ്രകാരം വയുബയ്യിനു ആയാത്തിഹി, അവന്റെ ആയത്തുകൾ അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹു വിവരിച്ചു കൊടുക്കുന്നു. ലഅല്ലഹും യതദക്കറൂൻ, അവർ ഉത്ബുദ്ധരാകാനാണ്. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഇത്തരത്തിലുള്ള ഒരുപാട് കക്ഷികൾ ഉള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പൊ പഴയ പോലെയല്ല. ഇപ്പൊ എല്ലാവർക്കും അവനവന്റെ തെറ്റായ ആശയം പ്രചരിപ്പിക്കാൻ ഇന്ന് ഈ സോഷ്യൽ മീഡിയകളിലൂടെ സാധിക്കും. അതുകൊണ്ട് അതിങ്ങനെയുള്ള ഒന്നിലും പെട്ടുപോകരുത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി നമ്മളോട് പറഞ്ഞു, യകൂനു ഫി ആഖിറിസ് സമാനി, ആഖിർ സമാനാകുമ്പോൾ ഉണ്ടാകും ദജ്ജാലൂന, കബളിപ്പിക്കുന്ന കക്ഷികൾ വരും.
ദജ്ജാലൂന കദ്ദാബൂന. സുബ്ഹാനല്ലാഹ്. ദജ്ജാലൂന കദ്ദാബൂന. ഖുർആനിലെ ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പഠിപ്പിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവർ ദജ്ജാലുകളാണ്, കബളിപ്പിക്കുന്നവരാണ്. ദജ്ജാലൂന. അതേപോലെ വളരെ അകലെ നിന്ന് വിഷമിച്ച് നടന്നും കഴുതപ്പുറത്തും വന്നിരുന്ന ആളുകളോട് നിങ്ങൾ തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ അവിടെ വെച്ച് അവിടെ ആ നാട്ടിൽ ജുമയുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അതാ ഒറ്റക്ക് ദുഹൂർ നിസ്കരിക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹദീസുകളും മറ്റും എടുത്ത് വെള്ളിയാഴ്ച പെരുന്നാളായാൽ പിന്നെ ജുമഅ വേണ്ട, സുബ്ഹാനല്ലാഹ്, ജുമയും വേണ്ട ദുഹൂറും വേണ്ട, പിന്നെ വെറും അസർ കരിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനെ സംബന്ധിച്ചാണ് ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടെ സംസാരിച്ചത്, ഇമാമിങ്ങളൊക്കെ സംസാരിച്ചത്. അതുകൊണ്ട് ദജ്ജാലൂന കദ്ദാബൂന, കബളിപ്പിക്കുന്ന കക്ഷികൾ, കദ്ദാബൂന, ശുദ്ധമായ കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നവർ. യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടവർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും, അവർ നിങ്ങളെ പിഴപ്പിക്കല്ലേ, അവർ നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ, ഫിത്നയാക്കല്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉപദേശം ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ശ്രദ്ധയിൽ വേണമെന്നും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ച വഴിയിൽ തന്നെ ഉറച്ചു ജീവിച്ചു മരിക്കണമെന്നും ഉണർത്തുകയാണ്.